മരണത്തിൻ്റെ വ്യാപാരികളെയും അന്താരാഷ്ട്ര ലഹരി ലോബികളെയും ഒന്നടങ്കം നടുക്കുന്ന കടുത്ത മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നു. നിങ്ങളുടെ ശിക്ഷ മരണത്തിന് ശേഷമുള്ള നരകത്തിലായിരിക്കില്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതേ മണ്ണിൽ നടുറോട്ടിൽ വെച്ച് മിന്നൽ നീക്കത്തിലൂടെ നിയമം അത് നടപ്പിലാക്കിയിരിക്കും എന്നാണ് ചെന്നിത്തലയുടെ ഇടിവെട്ട് താക്കീത് വന്നിരിക്കുന്നത്. 1-2 മാസം കഴിയുമ്പോൾ പോലീസിൻ്റെ ചൂടാറുമെന്നും അതിനുശേഷം വീണ്ടും വന്ന് പഴയപടി കച്ചവടം തുടങ്ങാമെന്നും കരുതി ഇപ്പോൾ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വലിയ ബുദ്ധിമാന്മാർക്ക് വളരെ കൃത്യമായ മറുപടിയാണ് ഇതിലൂടെ ചെന്നിത്തല നൽകുന്നത്. പോലീസിന്റെ നടപടികൾ വെറുമൊരാരംഭ ശൂരത്വമാണെന്ന് കരുതി ഒളിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര ലോബിയുടെ കൈകളിൽ അധികം വൈകാതെ തന്നെ വിലങ്ങു വീഴും. ലഹരി മാഫിയകളെ അടിയോടെ നിലക്ക് നിർത്താൻ കേരള പോലീസിൽ വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻപ് നാർക്കോട്ടിക് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിട്ടും അവർ കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന കടുത്ത യാഥാർത്ഥ്യം തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആ പഴയ തണുപ്പൻ സിസ്റ്റത്തെ മുഴുവനായി അങ്ങ് മാറ്റുകയാണ് ചെന്നിത്തല. ഇതിനായി പ്രത്യേക വണ്ടികളും സന്നാഹങ്ങളുമുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ലഹരി ശൃംഖലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പന്മാരുടെ കംപ്ലീറ്റ് റെക്കോർഡുകളും രഹസ്യ വിവരങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും കയ്യിൽ ഇപ്പോൾ വളരെ കൃത്യമായുണ്ട്. ഈ മിന്നൽ വേട്ടയ്ക്ക് പിന്നിൽ അതിശക്തമായ ഒരു നീക്കമുണ്ട്. അതാണ് സംസ്ഥാന പോലീസ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ലഹരിയുടെ വേരറുക്കാൻ ഈ ഓപ്പറേഷനിലൂടെ അതിശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതിഥി തൊഴിലാളികളെ വെറും മറയാക്കി നിർത്തി പിന്നിൽ നിന്ന് ബുദ്ധിപൂർവം കളിക്കുന്ന ഒരു വൻസ്രാവുകളായ മലയാളികൾക്ക് ഇനി രക്ഷയില്ല. ഏറ്റവും ഒടുവിൽ പെരുമ്പാവൂരിൽ ASP താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ തൊട്ടുമുകളത്തെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അതിനേക്കാൾ വലിയ സുരക്ഷിത താവളം വേറെ ഇല്ലെന്ന് കരുതി 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ച് കച്ചവടം നടത്താൻ നോക്കിയ വമ്പന്മാരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ലഹരി മാഫിയയുടെ ഇത്തരം തന്ത്രങ്ങളൊന്നും ഇനി കേരളത്തിൽ നടപ്പിലാകില്ല. മറൈൻ പോലീസ്, കസ്റ്റംസ്, CRPF, ആൻറ്റി നാർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര സംസ്ഥാന ഏജൻസികളെയും ഒന്നിച്ചണിനിരത്തി രഹസ്യ വിവരങ്ങൾ പങ്കുവച്ച് തുരത്താനുള്ള വിപുലമായ സംവിധാനം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്ന് 140 MLA-മാരും ഒന്നിച്ചണിനിരക്കുന്നത് ലഹരി മാഫിയകൾക്കുള്ള അവസാനത്തെ അണിയാണ്. ലഹരിയുടെ വേരുകൾ അടിയോടെ തകർത്തിട്ടല്ലാതെ കേരള പോലീസ് ഇനി തെരുവിൽ നിന്നും പിൻവാങ്ങില്ല. മക്കൾ ലഹരിക്കടിമപ്പെടുന്നത് കണ്ട് അമ്മമാർ കണ്ണീരൊഴുക്കുന്ന അവസ്ഥയും വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് മയക്കുമരുന്ന് വിൽക്കുന്ന രീതിയും പൂർണ്ണമായും നിർത്തലാക്കും. കേരളത്തിലെ പെൺകുട്ടികൾക്കും അമ്മമാർക്കും തലയിൽ സ്വർണ്ണക്കുടവുമായി അർദ്ധരാത്രിയിലും ഭയമില്ലാതെ തെരുവീതികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം തിരികെ പിടിക്കുക തന്നെ ചെയ്യും. നാടിൻ്റെ സമാധാനവും വികസനവും തകർക്കുന്ന ലഹരി വ്യാപാരികളെ നടുറോട്ടിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ മിന്നൽ വേട്ട തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വ്യാപാരം നടത്തുന്നവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്നോർക്കണം. നിങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ മരണത്തിന് ശേഷമായിരിക്കില്ല, ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരസ്പരമുള്ള ഇന്റലിജൻസ് ഷെയറിംഗ് ഈ കാര്യത്തിൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാവരെയും, മറൈൻ പോലീസ്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ്, കസ്റ്റംസ്, CRPF ഉൾപ്പെടെയുള്ള ആൻറ്റി നർക്കോട്ടിക് ബ്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. ഞാനും പങ്കെടുത്തതാണ്. അവരുടെ എല്ലാ സഹായം നമുക്കിതിൽ ലഭിക്കുകയാണ്. പെരുമ്പാവൂർ ലഹരി ക്യാപിറ്റൽ എന്ന കുപ്രസിദ്ധി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പവിത്രവും മനോഹരവുമായ സ്ഥലമാണിവിടെ. തന്നെയുമല്ല, ബുദ്ധിശാലികളായ ജനങ്ങൾ താമസിക്കുന്ന ഒരു നാടാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഒരുപക്ഷെ അതിഥി തൊഴിലാളികളാകാം. പക്ഷേ വ്യാപനം നടത്തുന്ന അവർ മാത്രമല്ല, മലയാളികളുമുണ്ട്. തൊഴിലാളികളെ മറയാക്കി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് എന്നുള്ള സത്യം നമ്മൾ കാണാതെ കടന്നു പോകരുത്. അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിശാലികളായ ആളുകളാണ്. ഇവരിപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അല്പം നിശബ്ദമാണ്. വലിയ ബുദ്ധിമാന്മാരാണിവർ. അവരിപ്പോൾ ചെയ്തിരുന്നത് ഇത് പോലീസിൻ്റെ ഒരു ആരംഭ ശൂരത്വമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും.
അപ്പോൾ നമുക്ക് വ്യവസായവും വ്യാപാരവും തുടങ്ങാം എന്ന് കരുതി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പൊളിച്ചെഴുതണം നമുക്ക് പെരുമ്പാവൂരിന് ദുഷ്പേര്. ഈ നാടിൻ്റെ മഹിമയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഒട്ടുമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാൻ DGPയുമായി സംസാരിച്ചു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം നേരത്തെ തന്നെ പോലീസിൽ നർക്കോട്ടിക് DYSP ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുണ്ട്. ഞങ്ങൾ ആ സിസ്റ്റത്തെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള വാഹനങ്ങൾ, ആവശ്യാനുസരണമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നർക്കോട്ടിക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തുഫാനോടൊപ്പം നിർത്താൻ അവരെ നിയമിക്കാൻ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് മാത്രം ഈ ലഹരി വ്യാപനം പൂർണ്ണമായി നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാകണം, MLAമാരും MP മാരുടെ സഹായം. ഞാൻ എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ 140 MLAമാരും രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിയോടെ ലഹരി ശൃംഖല തകർത്തിട്ട് മാത്രമേ കേരള പോലീസ് പിൻവാങ്ങുകയുള്ളൂ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ മരണത്തിൻ്റെ വ്യാപാരികളെ നമ്മൾ നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ അമ്മമാർ തങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി കരയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലഹരിക്ക് അടിമയായ ഭർത്താവിൻ്റെ പീഡനം ഈ കേരളത്തിൽ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപകരെ കബളിപ്പിച്ച് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയരഹിതമായി കേരളത്തിൻ്റെ തെരുവീഥികളിലൂടെ നടക്കാനുള്ള അവരുടെ അവകാശം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് തലയിലൊരു സ്വർണ്ണക്കുടവുമായി ഏതൊരു അമ്മയ്ക്കും ഏതൊരു സഹോദരിക്കും നിർഭയമായി കേരളത്തിൻ്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. വ്യാപാരികൾക്ക് മാന്യമായ ഭയരഹിതമായി വ്യവസായവും വ്യാപാരവും നടത്താനുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ വികസനം വരണം, വ്യവസായങ്ങൾ വളരണം, ടൂറിസം അഭിവൃദ്ധി പ്രാപിക്കണം. ഇതിനൊക്കെ ആവശ്യം ലഹരിയുടെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. പെരുമ്പാവൂരിൽ പോലീസിൻ്റെ ശ്രദ്ധയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന് MLAയും മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞു. ഇവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിയമിക്കാൻ എന്ന കാര്യം DGP ഇവിടെ പറയും. വ്യാപാരം നടത്തുന്നവർക്ക് ജീവിതം നഷ്ടപ്പെടും എന്നോർക്കണം. നിങ്ങൾക്കുള്ള ശിക്ഷ നരകത്തിൽ മരണത്തിന് ശേഷമായിരിക്കില്ല, ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ലഹരി വിപണനത്തിൻ്റെ ശൃംഖല മുഴുവൻ കേരള പോലീസിൻ്റെ കയ്യിൽ അതിൻ്റെ മുഴുവൻ റെക്കോർഡുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ ഇൻ്റലിജൻസ് വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പെരുമ്പാവൂരിൽ നിന്നാണ് 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച്, അതും ASP താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ ഒരു ഫ്ലാറ്റ് എടുത്ത്, അതിനേക്കാൾ വലിയ സുരക്ഷിത സ്ഥലം കണ്ടെത്താനില്ലല്ലോ. അതിൻ്റെ മുകളിലാണ് താമസിച്ചുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ആഗ്രഹിച്ചത്.